നമസ്കാരം. IPL-ന്റെ മെഗാ താരലേലത്തെ വലിയ ആകാംക്ഷയോടെയാണ് ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്നത്. ഈ മാസം 24-25 തീയതികളിലായി സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് താരലേലം നടക്കാനിരിക്കുന്നത്. ചില വമ്പൻ താരങ്ങളുടെ കൂടുമാറ്റത്തിന് ഈ ലേലം സാക്ഷ്യം വഹിക്കും. മാത്രമല്ല, ലേലത്തിലെ ചില ഓൾ ടൈം റെക്കോർഡുകളും ഇത്തവണ തകർന്നു വീഴാൻ സാധ്യത ഏറെയാണ്. ലേലത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അതേ മാതൃകയിൽ ഒരു മോക്ക് ലേലം സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ വെറ്ററൻ സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടറായ അശ്വിൻ. സ്വന്തം യൂട്യൂബ് ചാനലിലായിരുന്നു അദ്ദേഹം ഇത് സംഘടിപ്പിച്ചത്. 10 ഫ്രാഞ്ചൈസികളെയും പ്രതിനിധീകരിച്ച് ചിലർ അണിനിരന്നപ്പോൾ ഓപ്ഷണറുടെ റോളിലെത്തിയത് അശ്വിൻ തന്നെയായിരുന്നു. മാർക്കി താരങ്ങളെയാണ് അദ്ദേഹം 1-2 പൂളുകളിലായി ഉൾപ്പെടുത്തിയത്. ഇതിന്റെ ഫലം എങ്ങനെയായി മാറി എന്ന് നമുക്ക് വിശദമായി നോക്കാം. മാർക്കി താരങ്ങളുടെ 2 സെറ്റുകളിൽ ഏറ്റവും അധികം ഡിമാൻഡ് ഉണ്ടായത് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർമാരായ ഋഷഭ് പന്തിനും KL രാഹുലിനും തന്നെയായിരുന്നു. ഇത്തവണ ഏറ്റവും കൂടുതൽ പണം വാരുമെന്ന് പ്രതീക്ഷിക്കുന്ന 2 താരങ്ങൾ കൂടിയാണിവർ. മോക്ക് ലേലത്തിൽ ഏറ്റവും ഉയർന്ന തുക ലഭിച്ച 2 കളിക്കാരും ഇവർ തന്നെയാണ്. രാഹുലിന് വേണ്ടി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ഡൽഹി ക്യാപിറ്റൽസും തമ്മിൽ വലിയ പിടിവലിയാണ് ഉണ്ടായത്. ഒടുവിൽ KKRനെ പിന്തള്ളി 18 കോടി രൂപയ്ക്ക് രാഹുലിനെ DC സ്വന്തമാക്കുകയായിരുന്നു. പ്രതീക്ഷിക്കപ്പെട്ടതുപോലെ തന്നെ ഋഷഭിനും ലേലത്തിൽ വലിയ ഡിമാൻഡാണ് കണ്ടത്. കഴിഞ്ഞ ലേലത്തിൽ മിച്ചൽ സ്റ്റാർക്കിന് ലഭിച്ച 24,75,00,000 രൂപ എന്ന ഓൾ ടൈം റെക്കോർഡ് തുക അദ്ദേഹം തിരുത്തുമെന്ന് കരുതപ്പെട്ടിരുന്നുവെങ്കിലും അത് ഉണ്ടായില്ല. 20.5 കോടി രൂപയ്ക്ക് പഞ്ചാബ് കിങ്സ് ആണ് ഋഷഭിനെ കൈക്കലാക്കിയത്. രാജസ്ഥാൻ റോയൽസ് കൈവിട്ട ഇംഗ്ലണ്ടിന്റെ വൈറ്റ് ബോൾ ടീം ക്യാപ്റ്റനും വെട്ടിക്കെട്ട് ബാറ്ററുമായ ജോസ് ബട്ട്ലറെ ഗുജറാത്ത് ടൈറ്റൻസ് ആണ് സ്വന്തമാക്കിയത്. ഇതിനു വേണ്ടി അവർ മുടക്കിയത് 16 കോടി രൂപയാണ്. ഇന്ത്യയുടെ ഇടം കൈയ്യൻ ഫാസ്റ്റ് ബോളർ അർഷ്ദീപ് സിംഗിനെയും സൗത്ത് ആഫ്രിക്കൻ പേസർ കാഗിസോ റബാദയെയും RTM കാർഡ് ഉപയോഗിച്ച പഞ്ചാബ് കിങ്സ് ലേലത്തിൽ തിരികെ വാങ്ങുകയായിരുന്നു. അർഷ്ദീപിനായി 13.5 കോടി രൂപയും റബാദയ്ക്കായി 10 കോടി രൂപയുമാണ് പഞ്ചാബിന് ചിലവഴിക്കേണ്ടി വന്നത്. കഴിഞ്ഞ തവണ 24,75,00,000 രൂപ എന്ന എക്കാലത്തെയും വലിയ തുക ലേലത്തിൽ നേടിയ ഓസ്ട്രേലിയൻ ഫാസ്റ്റ് ബൗളറായ മിച്ചൽ സ്റ്റാർക്കിന് അത്രത്തോളം ഡിമാൻഡ് കണ്ടില്ല. എങ്കിലും 14 കോടി രൂപ മോക്ക് ലേലത്തിൽ അദ്ദേഹത്തിന് ലഭിക്കുകയായിരുന്നു. മുംബൈ ഇന്ത്യൻസിലേക്കാണ് സ്റ്റാർക്ക് ചേക്കേറിയത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ കഴിഞ്ഞ എഡിഷനിൽ ചാമ്പ്യന്മാരാക്കിയ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്ക് പ്രതീക്ഷിച്ച പോലെ ഡിമാൻഡ് ഉണ്ടായില്ല. 9.5 കോടി രൂപയാണ് ലേലത്തിൽ അദ്ദേഹത്തിന് കിട്ടിയത്. KKR തന്നെയാണ് ശ്രേയസിനെ ലേലത്തിൽ തിരികെ ടീമിലെത്തിച്ചത്. ഇന്ത്യയുടെ പേസ് ജോഡികളായ മുഹമ്മദ് ഷമി, മുഹമ്മദ് സിറാജ്, അതുപോലെ തന്നെ സ്റ്റാർ ലെഗ് സ്പിന്നറായ യുസ്വേന്ദ്ര ചാഹൽ എന്നിവർക്കെല്ലാം ലേലത്തിൽ 10 കോടിക്ക് മുകളിൽ ലഭിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. 12 കോടി രൂപയ്ക്കാണ് ഷമി വിറ്റുപോയത്. അദ്ദേഹത്തെ RTM കാർഡ് ഓപ്ഷനിലൂടെ ഗുജറാത്ത് ടൈറ്റൻസ് ടീം തന്നെ തിരികെ വാങ്ങുകയായിരുന്നു. സിറാജിന്റെ പുതിയ തട്ടകം സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് ആണ്. 11.5 കോടി രൂപയ്ക്കാണ് ഇന്ത്യൻ പേസറെ റോയൽസ് റാഞ്ചിയിരിക്കുന്നത്. എന്നാൽ 11 കോടി രൂപയ്ക്ക് ചഹലിനെ പഞ്ചാബ് കിങ്സ് വാങ്ങിക്കുകയായിരുന്നു. സൗത്ത് ആഫ്രിക്കയുടെ മധ്യനിര ബാറ്ററായ ഡേവിഡ് മില്ലറെ 8 കോടി രൂപയ്ക്ക് ലക്നോ സൂപ്പർ ജയൻസ് ആണ് വാങ്ങിയത്.